Hello guys, welcome to J2 Tech and Vlogs. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. നമുക്കിങ്ങനെ കമ്പ്യൂട്ടർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്ത് വേറെ സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ മാറുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് വൈഫൈ ഓപ്ഷൻ കാണിക്കുന്നില്ല. നമുക്ക് മറ്റ് നെറ്റ്വർക്ക് ഓപ്ഷൻ കാണിക്കും, പക്ഷെ എന്നാലും വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വൈഫൈയുടെ ഒരു ഓപ്ഷനും നമുക്ക് ഇതിൽ കാണിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണിത്? അപ്പോൾ അതിനെക്കുറിച്ചും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് വൈഫൈ ഓപ്ഷൻ അവിടെ കൊണ്ടുവരാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഒരു ഫയലിന്റെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിന് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്. നമ്മുടെ നെറ്റ്വർക്കിന്റെ ഒരു ഫയൽ, അതായത് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾഡർ വെർഷനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പുതിയ വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു സംഭവം, അതായത് ആ ഒരു ഫയൽ മാത്രം മിസ്സിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വൈഫൈ ഓപ്ഷൻ കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു ഫയൽ മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ഫുൾ OS നമ്മൾ വിൻഡോസ് ഇപ്പം ഏതായാലും ഇപ്പോൾ 10 ആയാലും 8 ആയാലും എങ്ങോട്ട് ഡൗൺഗ്രേഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലും ഫുൾ ടോട്ടലി കളഞ്ഞിട്ട് കയറ്റുമ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ നമ്മൾ സി ഡ്രൈവിലല്ലാതെ നമ്മളിപ്പോൾ പ്രോഗ്രാംസ് കയറ്റുന്ന സി ഡ്രൈവിലല്ലാതെ മറ്റേതെങ്കിലും ഒരു ഡ്രൈവിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ നമ്മുടെ ഫുൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫയൽ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആ ഒരു പോർഷനിലേക്ക് ഏതാണോ ആ ഒരു സിസ്റ്റത്തിന്റെ ഫയൽ അത് നമുക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് വൈഫൈ ഓപ്ഷൻ കൊണ്ടുവരാവുന്നതാണ്. അതിന് പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് വയർഡ് കേബിൾ, അതായത് എതർനെറ്റ് കേബിൾ വഴി, വൈഫൈ ഉള്ളവർക്കാണെങ്കിൽ എതർനെറ്റ് കേബിൾ വഴി തന്നെ നമുക്ക് കണക്ട് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമുക്കപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വൈഫൈയുടെ ഒന്നും തന്നെ ഇവിടെ വൈഫൈ ഇല്ല. അതുപോലെ തന്നെ എതർനെറ്റ് കേബിളിൻ്റെ ഒരു സംഭവം അതിനകത്ത് കണക്ഷൻ്റെ ഒന്നും കാണിക്കുന്നില്ല, നെറ്റ്വർക്ക് കണക്ഷൻ ഒന്നും ഇല്ലെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് വേണ്ട നമ്മൾ ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഡ്രൈവർ മാത്രമല്ല, നമ്മളിപ്പം ഒരു പുതിയ OSലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിതിന് നമ്മുടെ ഇപ്പം ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഗ്രാഫിക്സ് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു HD അല്ലെങ്കിൽ ഫുൾ HD ക്ലാരിറ്റിയിലൊന്നും അല്ല ഇത് കിടക്കുന്നത്, വേറൊരു രീതിയിലാണ്. അതിൻ്റെ റെസൊല്യൂഷൻ എല്ലാം മാറിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ചില ഡ്രൈവറിൻ്റെ അത് കാണത്തില്ലായിരിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ചില ഡ്രൈവർ അപ്ഗ്രേഡ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ എതർനെറ്റ് കേബിളാണ് ഉപയോഗിക്കുന്നത്. എതർനെറ്റ് കേബിൾ വഴി നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്കിവിടെ ഇപ്പോൾ നെറ്റ്വർക്ക് കണക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്ക് കണക്ട് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പേര് Drivereasy എന്നാണ്. അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്കിവിടെ അതിൻ്റെ നമ്മുടെ സൈറ്റ് കാണാവുന്നതാണ്, സോഫ്റ്റ്വെയറിൻ്റെ സൈറ്റ് കാണാവുന്നതാണ്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഡൗൺലോഡ് Drivereasy നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട് റൺ ഓർ സേവ്, നമ്മുടെ Drivereasy സേവ് ചെയ്യണമെന്ന് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ Drivereasy നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ ആയിട്ടുണ്ട്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിനി സ്കാൻ ചെയ്ത് നമുക്ക് ഏതൊക്കെ ഡ്രൈവറാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സ്കാൻ നൗ എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ ഡ്രൈവർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ഏതൊക്കെ ഡ്രൈവർ ഇതിൻ്റെ അകത്ത് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണുന്നതാണ്. ഇപ്പോൾ ടോട്ടലി നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സ്കാൻ ചെയ്തിട്ട് എത്രയുണ്ട് എന്ന് കാണിക്കുന്നതാണ്, ഏതൊക്കെ ഡ്രൈവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇവിടെ ഞാനിപ്പോൾ നേരത്തെ തന്നെ ഇത് കുറേ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. സാധാരണ ഇത് കൂടുതൽ കാണിക്കും, നമുക്ക് ഏതൊക്കെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളതെന്ന ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് കാണിക്കുന്നത് ക്വാൽക്കം ആത്രോസിൻ്റെ വയർലെസ് നെറ്റ്വർക്ക് അഡാപ്റ്റർ മിസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വൈഫൈയുടെ അഡാപ്റ്ററാണ്, അതാണ് മിസ്സിംഗ് എന്ന് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് കൊടുക്കുമ്പം കുറച്ച് സമയം എടുക്കും. അപ്ഡേറ്റ് ആയി വരാൻ വേണ്ടിയുള്ള കുറച്ച് സമയം എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വന്നില്ലെങ്കിൽ താഴെ മറ്റേ മാനുവൽ എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നതാണ്. അതായത് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ താഴെ മാനുവൽ കൊടുക്കുക. ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. അപ്പോൾ മാനുവൽ ക്ലിക്ക് ചെയ്ത് മാനുവലാക്കിയതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി മാനുവലി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറേ ഓപ്ഷൻ, നമ്മുടെ ഫോൾഡറിൻ്റെ കുറേ ഒരു പാത്താണ് കാണിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് സൈഡിലായിട്ടൊന്ന് ചുമ്മാ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ സെലക്ട് ആകുന്നതാണ്. അതിനുശേഷം നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക.
അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് അപ്ഡേറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് താഴോട്ട് ആരോമാർ കാണിക്കേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ ഏത് ഡ്രൈവറാണെന്നും നമുക്കിനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഡ്രൈവർ ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ നെറ്റ്വർക്ക് കൺട്രോളറാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം കറണ്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം വിൻഡോസിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് ഡിവൈസ് മാനേജർ എന്ന് സെർച്ച് ചെയ്യുക. ഡിവൈസ് മാനേജർ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെയാണ് നമ്മുടെ ഓരോ ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് നെറ്റ്വർക്കിൻ്റെ കൺട്രോളറാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നെറ്റ്വർക്ക് അഡാപ്റ്റർ ഉണ്ട്, അതിന് താഴെ അതർ ഡിവൈസ് ഉണ്ട്, അവിടെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് കൺട്രോളർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്ക് കൺട്രോളർ എടുക്കുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ഡ്രൈവർ സോഫ്റ്റ്വെയർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് കാണിക്കും, ഓട്ടോമാറ്റിക് കാണിക്കും, അതുപോലെ തന്നെ ബ്രൗസ് മൈ കമ്പ്യൂട്ടർ കാണിക്കും. അപ്പോൾ അവിടെ ബ്രൗസ് മൈ കമ്പ്യൂട്ടർ എടുക്കുക. അതിനുശേഷം ഇവിടെ മറ്റേ പാത്ത് ഫയൽ കാണിക്കുന്നതാണ്, അതൊന്നും ചെയ്യേണ്ട, നേരെ ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ആ കോപ്പി ചെയ്ത ഫയൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുകയാണ്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ബാക്കിയുള്ള ഡ്രൈവേഴ്സിനെല്ലാം ചെയ്യുന്നത്. ഏത് ഡ്രൈവറാണെന്ന് നമുക്ക് അവിടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണിക്കും. അത് ആ ഡ്രൈവറിൻ്റെ പാത്ത് ചെന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ബ്രൗസ് മൈ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു പാത്ത് ഫയൽ കോപ്പി ചെയ്ത ആ പാത്ത് ഫയൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ബാക്കിയുള്ള ഡ്രൈവേഴ്സ് എല്ലാം നമുക്കിതുപോലെ തന്നെ സെയിം പ്രോസസ്സിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഇവിടെ വൈഫൈ ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻസും വൈഫൈയുടെ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വൈഫൈയുടെ അതായത് വൈഫൈ കണക്ടിവിറ്റി അല്ലെങ്കിൽ എതർനെറ്റ് കേബിളോ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കേബിൾ വഴി നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ നമുക്ക് വൈഫൈ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ഈ ഒരു മൊബൈൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്.